ഈ പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിലൊരു പ്രവണതയാണ് എല്ലാത്തിനും സെക്ഷലൈസ് ചെയ്ത് കാണുക. അതിന് വളരെ വലിയൊരു ഇരയായിരിക്കുന്നത് ബ്രസ്റ്റ് ഫീഡിങ് എന്നുള്ളതാണ്. ബ്രസ്റ്റ് ഫീഡിങ്ങിനെ എപ്പോഴും ഒരു ഒളിച്ച് ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു സെക്ഷലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ബ്രസ്റ്റ്സ് എന്നുള്ളതിനെ. അപ്പോൾ വളരെ നാച്ചുറൽ പ്രോസസ്സായ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പോലും ആ ഒരു കണ്ണുകൊണ്ട് നോക്കുന്നവരാണ് പലരും. ലാക്ടേഷൻ കൺസൾട്ടൻ്റ് ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് കേട്ടിട്ടുണ്ടാവും. എങ്ങനെ അതിനൊരു ചേഞ്ച് കൊണ്ടുവരാം, ആൾക്കാരുടെ മൈൻഡ് സെറ്റിൽ ഒരു ചേഞ്ച് വരുത്താൻ എങ്ങനെ സാധിക്കാം? സോ ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ, ഇപ്പോൾ ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ട് താങ്ക്സ് ടു, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയ, ലോട്ട്സ് ഓഫ് അവയർനെസ് ക്യാമ്പയിൻസ്, ലോട്ട് ഓഫ് NGOs ആൻഡ് വോളണ്ടറി ഓർഗനൈസേഷൻസ്, ഇപ്പോൾ റോട്ടറി പോലത്തെയൊക്കെ ഓർഗനൈസേഷൻസ് ഒക്കെ ഒത്തിരി ക്യാമ്പയിൻസും ബ്രസ്റ്റ് ഫീഡിങ് വീക്കിൻ്റെ സമയത്തൊക്കെ ചെയ്യുന്ന അവയർനെസ് പ്രോഗ്രാംസും, പിന്നെ കോളേജുകളിലൊക്കെ പോയി സംസാരിക്കുന്നു, ഓർഗനൈസേഷൻസിൽ പോയി സംസാരിക്കുന്നു. ഇതിനൊക്കെ ഒരു പരിണിത ഫലമായിട്ട് അതും സിനിമ, മീഡിയയിൽ നിന്നും വരുന്ന ഇൻഫർമേഷൻ എല്ലാം കൂടി ഇപ്പം ആക്ച്വലി ഭയങ്കര ചേഞ്ച് ഉണ്ട്. ഞാൻ ഒരിക്കലും പറയത്തില്ല ഇപ്പോഴും എല്ലാവരും സെക്ഷുവലൈസ് ചെയ്യും, അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഉള്ളിലുള്ള ഒരു ഡിസ്കംഫോർട്ടും അവരുടെ തന്നെ ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസും ആണ് അവർക്ക് വെളിയിൽ പോയി ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വൺ ഓഫ് ദ മെയിൻ റീസൺസ്. It's not about men staring, it's not about perverts, because perverts are everywhere. നിങ്ങളിപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നില്ല, ഒരു സ്കിംപി ഡ്രസ്സ് ഇട്ട്, അല്ലെങ്കിൽ ഒരു കുറച്ച് റിവീലിംഗ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ട്, അല്ലെങ്കിൽ റിവീലിംഗ് പോലും ആവേണ്ട കാര്യമില്ല. പെർവേർട്സ് എല്ലാം നോക്കുന്നുണ്ട്, അവരെല്ലാത്തിനെയും സെക്ഷലൈസ് ചെയ്യുന്നുണ്ട്. അവർ ചുരുക്കം ചില ആളുകളേ ഉള്ളൂ. പൊതുവെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം ഇസ് വെരി ബ്രസ്റ്റ് ഫീഡിങ് ഫ്രണ്ട്ലി. Men are they're very nice people actually. They don't really care. I don't think a man would care. ഒരു പെണ്ണിരുന്ന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം, ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ പോകത്തേ ഉള്ളൂ. They're not going to stand there and stare. No, it's not going to happen. I don't think that's going to happen. Perverts ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. അവർ തുണി പൊക്കി കാണിക്കുന്നുണ്ട്, അവർ വെളിയിൽ മാസ്റ്റർബേറ്റ് ചെയ്യുന്നുണ്ട്, അവർ തുറച്ചു നോക്കുന്നുണ്ട്, അവർ ഫോട്ടോ എടുക്കുന്നുണ്ട്, അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഐ വുഡ് സേ ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു കോൺഫിഡൻസ്, ഞാൻ എൻ്റെ ബേബിയുടെ ഫുഡ് ഇതിനകത്താണ് ഇരിക്കുന്നത്, അപ്പം ഞാൻ പിന്നെ എന്താ ചെയ്യുക? നിങ്ങൾക്കൊക്കെ നടന്നുകൊണ്ട് ഐസ്ക്രീം കഴിക്കാം, ചിപ്സ് കഴിക്കാം, അപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ ഫുഡ് ഇവിടെയാണ്, അപ്പോൾ എൻ്റെ കൊച്ചു കരയുമ്പോൾ ഞാനിത് ഫീഡ് ചെയ്യും. അപ്പോൾ എല്ലായിടത്തും ബ്രസ്റ്റ് ഫീഡിങ് റൂം വേണം നമുക്ക് നിർബന്ധം പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഫീഡിങ് കുർത്തീസ് ഉണ്ട്, ഫീഡിങ് നൈറ്റീസ് ഉണ്ട്, അതിന് വേണ്ടി സിബൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ട്, അതൊക്കെ വെച്ച് ചെയ്യാം. കാരണം ടവലൊക്കെ മുകളിലോട്ട് ഇടുന്നത് ഒരു 4 മാസത്തിൽ കൂടുതലൊന്നും പറ്റത്തില്ല, കുഞ്ഞ് തന്നെ വലിച്ച് കളയും. നമുക്ക് മാസ്ക് ഇട്ടുകൊണ്ടൊക്കെ എന്നെ പാടായിരുന്നു അല്ലേ. സോ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങ് ഫീഡ് ചെയ്യുക. പിന്നെ നമ്മുടെ പാർട്ട്ണറുടെ സപ്പോർട്ട്. ഇപ്പം എൻ്റെ ഭർത്താവാണെങ്കിൽ തന്നെ ആദ്യമൊക്കെ ഹി വാസ് വെരി അൺകംഫർട്ടബിൾ ഫീഡ് ചെയ്യാനൊക്കെ. ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഫീഡ് ചെയ്യണോ? ഞാൻ കാർ എടുത്തോ, ഞാൻ മോളിൽ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ 3ാമത്തെ നിലയിലോ 4ാമത്തെ നിലയിലും കണ്ടാണേ. അപ്പോൾ ഇവള് കരയുവാ. അപ്പോൾ എനിക്കാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഡ്രസ്സൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ഒന്നും ഷോപ്പ് ചെയ്യാതെ തിരിച്ച് വീട്ടിലോട്ട് പോകണമല്ലോ എന്നുള്ളൊരു തോന്നല. ഇത് കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യണമെന്ന് ഞാൻ ആ ഒരു ഇതിൽ നിൽക്കുക. അപ്പം എന്നിട്ട് പുള്ളി, നീ താഴത്തോട്ട് പോകാൻ, ഞാൻ വണ്ടി പാർക്കിങ്, ഞാൻ ഇത് താഴത്തോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നിലവിളിച്ച് വെള്ളം ഉണ്ടാക്കും. ഞാനിരുന്ന് ഫീഡ്. അപ്പം ഞങ്ങളുടെ മോളിൽ ആ സമയത്തൊന്നും ഫീഡിങ് റൂമൊന്നും ഇല്ലായിരുന്നു, ഞാൻ വരുന്ന സ്ഥലത്ത്, കോയമ്പത്തൂർ. അപ്പോൾ പുള്ളി പറഞ്ഞു, അപ്പോൾ ഇവിടെ നിന്ന് ഫീഡ് ചെയ്യണോ? ഞാനിന്ന് ഫീഡ് ചെയ്യാൻ പോകാം. ഞാനൊരു ബെഞ്ച് കണ്ടു, അവിടെ നിന്ന് ഫീഡ് ചെയ്തു. ആ പുള്ളി അപ്പുറം ഇങ്ങനെ നെർവസ് ആയിട്ട് നിൽപ്പുണ്ട്. എനിക്കും വിഷമമുണ്ട് കാണാൻ, പക്ഷെ ഞാൻ ചെയ്യാനാ. നമ്മൾ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഉറക്കം തോന്നി, ഞാൻ ബേബി ക്യാരിയറിലിട്ടു. ഞാൻ പിന്നെ കണ്ടിന്യൂ ചെയ്തു ഷോപ്പിംഗ്. പക്ഷെ വി ഹാവ് ദീസ് കോൺവെർസേഷൻസ് വൺസ് ഇൻ എ വൈൽ. ബേബി ഇങ്ങനെ അൺകംഫർട്ടബിൾ ആയിട്ട് കാര്യമില്ല, ഇതിങ്ങനെ കുറേ നാൾ ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്ന കാര്യമാണ്, അപ്പോൾ നീ യൂസ്ഡ് ആവണം ഇതുമായിട്ട്, നോക്കട്ടെ, ഞാൻ ടൈം എടുക്കും. സോ ദേ ഓൾസോ, നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മളെ അനുസരിച്ച് ആണുങ്ങളങ്ങ് എല്ലാ രീതിയിലും പ്രോഗ്രസീവ് ആവണം, നമുക്ക് സമയം കൊടുക്കണം. നമ്മളൊരു പെൺകുട്ടിയിൽ നിന്നും സ്ത്രീയിൽ നിന്നും അമ്മയാവാൻ നമുക്കൊരു ട്രാൻസിഷൻ ഫേസ് വരുന്നില്ലേ? അതുപോലെ തന്നെ ഒരു ആൺകുട്ടിയിൽ നിന്നും ആണാവാനും, ആണിൽ നിന്നും അച്ഛനാവാനും, ആണിനും ഒരു ട്രാൻസിഷൻ സ്പേസ് നമ്മൾ കൊടുക്കണം. നമ്മൾ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉടനെ പ്രോഗ്രസീവ് ആവണമെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പം പയ്യെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ബ്രസ്റ്റ് ഫീഡിങ് കമ്മ്യൂണിറ്റി ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അവിടെ നല്ലൊരു കമ്മ്യൂണിറ്റി, ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും ഇൻട്രാക്ട് ചെയ്യുമ്പം എല്ലാവരും ഫ്രീ ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് കാണുകയും അതൊക്കെ മനസ്സിലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ കുഴപ്പമില്ല അല്ലേ ഫീഡ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ മൈൻഡിലും ചില രീതിയിലുള്ള അൺലേണിങ് വന്നതിന് ശേഷം എവിടെയാണെങ്കിലും ഫീഡ് ചെയ്യുക, പുള്ളി തന്നെ പറയും, അവൾ ഇത്തിരി ക്രാങ്കി ആവാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരു ഫീഡ് ഇപ്പം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഒരു 1 hour നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും, ഫീഡ് ചെയ്തോ ആട്ടെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് എന്ന് പറയുന്നത് ഓവർ എ പീരീഡ് ഓഫ് ടൈം വരുന്നൊരു കാര്യമാണ്. സോ നമ്മുടെ ഉള്ളിൽ നിന്നും ഒരു കോൺഫിഡൻസ് വരണം, നമ്പർ 1. നമ്പർ 2, നമ്മുടെ പാർട്ട്ണറുടെ സപ്പോർട്ട്, അതുപോലെ തന്നെ സൊസൈറ്റിയുടെ, പിന്നെ ലാർജർ സ്കെയിൽ സൊസൈറ്റിയുടെ മൊത്തത്തിലുള്ള ഒരു സപ്പോർട്ട്. ഒരു അമ്മ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാൻ ചോക്ലേറ്റ് ഒക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് കാണുമ്പോൾ ഗുഡ് ജോബ് എന്നാ പിടിച്ചോന്ന് പറഞ്ഞു ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുന്നു. ജസ്റ്റ് എന്തെങ്കിലും നമ്മുടെ രീതിയിലൊരു എന്തെങ്കിലും ഹെൽപ്പ് വേണോ,
യു വോണ്ട് സംതിങ്, യു വോണ്ട് ഗ്ലാസ് ഓഫ് വാട്ടർ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഡ്രസ്സിംഗ് റൂമിലൊക്കെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ